നല്ല ദൈവമാണെന്നേശുനാഥനേ. പാത്രഹീനനാകുമെന്നെ ചേർത്തണച്ചു നീ. കീർത്തനമാണെൻ്റെയുള്ളിൽ ഓർത്തു ചൊന്നത്, ഇത്രയേറെ സ്നേഹമേകാൻ എത്രയുള്ളു ഞാൻ. കീർത്തനമാണെൻ്റെയുള്ളിൽ ഓർത്തു ചൊന്നത്, ഇത്രയേറെ സ്നേഹമേകാൻ എത്രയുള്ളു ഞാൻ. ബ്ലെസ്സിംഗ് കർണാടക TV വീക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ തന്നെ സൗഖ്യമാകാം. പുറപ്പാട് 15-ാം അധ്യായം 26-ാം വാക്യം. യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക. അതായത് നമ്മൾ വചനാനുസരണം, വചനം വായിക്കുക, ധ്യാനിക്കുക, ഇതിനനുസരിച്ച് ജീവിക്കുക. അതാണ് യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. അവന് പ്രസാദമുള്ളത് ചെയ്യുക. അവന് പ്രസാദമുള്ളത് എന്തുവാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിനകത്ത് അവന് പ്രസാദമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ളത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നതാണ് അവന് ഏറ്റവും പ്രസാദമുള്ള കാര്യം. അല്ലാതെ നമുക്ക് മനസ്സിൽ വരുന്നതും അവിടെ ഇവിടെ എല്ലാം പോയി അതും ഇതും വിശ്വസിക്കുന്നതല്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു വിഷയം. അത് കഴിഞ്ഞ് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, അവൻ്റെ കൽപ്പന, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്താ ചെയ്യണം? സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാലോചിച്ച് നോക്കിക്കേ. ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ അയ്യോ എനിക്ക് BP-യാ, എനിക്ക് ഷുഗറാ, എനിക്ക് ആരാധിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കേട്ടോണ്ടിരുന്നോളാം. അങ്ങനൊന്നും വിചാരിക്കരുത്. കർത്താവായ യേശുവിനെ, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും, നിങ്ങളുടെ ഹൃദയം ഒരിടത്ത്, മനസ്സൊരിടത്ത്, നിങ്ങളുടെ ശരീരം ഒരിടത്ത്, അങ്ങനെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കരുത്. ഇപ്പം ചർച്ചിൽ വന്നിരുന്ന് കഴിയുമ്പോൾ മനസ്സെവിടെയാ? അയ്യോ എൻ്റെ വീട്ടിൽ ആരോ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, എനിക്കവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് പലവിധ ചിന്തകളാണ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? പൂർണ്ണ ആത്മാവോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിച്ചാൽ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിങ്ങൾ എപ്രകാരം സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്ത് നോക്കിക്കോ. നിങ്ങളെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അയലത്ത് താമസിക്കുന്ന നിൻ്റെ ചേട്ടനായിരിക്കാം, അയലത്ത് താമസിക്കുന്ന നിൻ്റെ അനിയനായിരിക്കാം. സഹോദര ബന്ധമില്ല,
സ്നേഹമില്ല. ചിലപ്പം പെങ്ങളായിരിക്കും താമസിക്കുന്നത്, ഒന്നുമില്ല. അമ്മായിപ്പനും അമ്മായിമ്മയും ആയിരിക്കും അടുത്ത് താമസിക്കുന്നത്. യാതൊരു സ്നേഹവുമില്ല. അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു പിടിച്ചു പോവുക. നിൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ സ്നേഹിക്കുന്നുണ്ടോ? നിന്നെ തന്നെ നീ ശോധന ചെയ്ത് നോക്ക്. സ്നേഹിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. നിനക്ക് നിത്യരാജ്യത്തിൽ പോകുവാൻ ഒക്കത്തില്ല. നിത്യജീവൻ നിനക്ക് കിട്ടത്തില്ല. ഈ ലോകത്തിൽ കാണുന്ന മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ അയൽക്കാരെയോ സ്നേഹിക്കാത്ത നീ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ ദൈവമേ, എൻ്റെ ദൈവമായി എൻ്റെ പിതാവാണ് എൻ്റെ യേശു എന്ന് പറയും. എൻ്റെ ദൈവമാണ് എൻ്റെ യേശു എന്ന് പറയും. പറയാൻ നമ്മുടെ വാഗുണ്ട്. യേശു പറയണം അവനെൻ്റെ മകനാണ്, അവനെൻ്റെ മകളാണെന്ന് യേശു പറയണം. അതിന് നമ്മൾ വഴി ഒരുക്കണം. നമ്മൾ ശരിയായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ നിനക്ക് രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടും, ശാപത്തിൽ നിന്നും വിടുതൽ കിട്ടും. ഈ മിസ്രൈമ്യർക്ക് വരുത്തിയ യാതൊരു രോഗവും നിനക്ക് വരുത്തത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. യെശയ്യാവ് 53 അധ്യായം 5 വാക്യം, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരുടെ അടിപ്പിണരുകളാൽ? എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ. കഷ്ടം അനുഭവിച്ചു, എന്തുമാത്രം നോവുകൾ അനുഭവിച്ചു. ആരുടെ പേർക്കാണ്? എൻ്റെയും നിങ്ങളുടെയും പേർക്കാണ്. 39 അടി. ആ ചാട്ടവാറ് കൊണ്ടുള്ള അടി. പുറം പുറമെല്ലാം കീറി. നമ്മൾ കണ്ടം ഉഴുതുവല്ലോ, അതുപോലെയാണ് ട്രാക്ടർ വെച്ച് നിലം ഉഴുതുമ്പോൾ എങ്ങനെ കീറിപ്പോകുന്നോ അതുപോലെ ശരീരം കീറിക്കൊണ്ട് പോയത്. രോമകൂപങ്ങൾ, രോമ നാണയത്തൊട്ട് വെച്ച് പിഴുതെറിഞ്ഞു, മുഖത്ത് തുപ്പി, അടിച്ചു. എന്തുമാത്രം നോവുകൾ എൻ്റെ കർത്താവ് അനുഭവിച്ചു. സൈത്താൻ വിചാരിച്ചത് എൻ്റെ കർത്താവിൻ്റെ കഥ കഴിഞ്ഞെന്ന്. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തൊട്ട് രക്തം വീണപ്പോൾ ആ സാത്താൻ്റെ തല അത് കൊണ്ടുവന്ന് എൻ്റെ യേശുവിൻ്റെ കാൽക്കീഴെ വെച്ചു. അതിനിപ്പോൾ തലയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കാൽക്കീഴിലാണ് സാത്താൻ്റെ തല. നിങ്ങൾ ഭയപ്പെടരുത്, പേടിക്കരുത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. പാപത്തിനു വേണ്ടി മാത്രമല്ല, രോഗത്തിനു വേണ്ടിയും കൂടിയാണ്, ശാപത്തിനു വേണ്ടിയും കൂടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അത് നമ്മൾ വിശ്വസിച്ചാൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കിട്ടും. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂനായ്ക്ക് പോയി. പൂനായ്ക്ക് പോയി ആ ചർച്ചിൻ്റെ സ്റ്റെപ്പിൽ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ദിവസം കുറഞ്ഞതൊരു 10-15 ഫോണെങ്കിലും കുറഞ്ഞത് എൻ്റെ ഫോണിൽ വരും രോഗികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലും 10-15-20 ഫോൺ വരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഞാൻ അവരുടെ റോമിങ് ആണല്ലോ, എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. ഫോൺ എടുത്തപ്പോൾ
ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് എവിടെയോ ഏതോ ദൂരത്തുനിന്ന് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക, അമ്മ എനിക്ക് എൻ്റെ ലിവറിനകത്ത് കല്ല് ആണ്, എനിക്ക് ഭയങ്കര വേദനയാണ്, ഞാൻ ഡോക്ടറെ കാണിച്ചു, സ്കാനിങ് എടുത്തപ്പോൾ ലിവറിനകത്ത് കല്ലാണ്, സഡൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ അവരാകപ്പാടെ ഭയന്നുപോയി. അവരുടെ വിശ്വാസം എത്ര വലുതാണെന്ന് നോക്കാൻ. ഈ TV പ്രോഗ്രാമുകൾ അനേക കർണാടക സ്റ്റേറ്റിലെല്ലാം 2-3 ചാനലിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ TV പ്രോഗ്രാം കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർക്കെല്ലാം വിശ്വാസമാണ്. അവർ വിശ്വസിച്ചുകൊണ്ട് ഫോൺ ചെയ്തു. ഞാൻ ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. സർവവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം, അഖിലാണ്ട സൃഷ്ടിതാവായ ദൈവം അവരെ തൊട്ടു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കല്ല് മായമായി പോയി, നിങ്ങൾ പോയി വീണ്ടും സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പേ അവർ പോയി സ്കാനിങ് ചെയ്തു. വീണ്ടും എനിക്ക് ഫോൺ ചെയ്തു, അമ്മ കല്ലില്ല എന്ന് റിപ്പോർട്ട് വന്നു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇതുപോലെ അനേക അത്ഭുതങ്ങൾ ദിവസത്തിന് ദിവസം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യക്കാർ അത്ഭുതം കാണണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജനം വരണം. എന്താ കാരണം? പാസ്റ്റർമാരാണ്, അവർക്ക് സമയമെടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല. നമ്മുടെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. വെറുതെ വീട് വിസിറ്റിങ്ങും എല്ലാം ചെയ്ത് അവരുടെയൊക്കെ വീടുകളിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു വന്നു, തീർന്നു. ബൈബിൾ ധ്യാനിക്കാൻ നേരമില്ല. ബൈബിൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ആഹാരമാണ്. പ്രാർത്ഥന നമ്മുടെ ശ്വാസമാണ്. ശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. അതുപോലെ പ്രാർത്ഥനയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഏത് സമയത്തും ഒരിടത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. എപ്പോഴും ഉയരത്തിലേക്ക് നോക്കിക്കോണം. എപ്പോഴും ഇരിക്കുന്നിടത്തും പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നിടത്ത്, കർത്താവേ, ഞാൻ ഈ പാത്രം കഴുകുന്നത് പോലെ തന്നെ എൻ്റെ ഹൃദയത്തെ നീ കഴുകണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ മകളായിട്ട്, അനേകർക്ക് പ്രയോജനമുള്ളൊരു മകളായിട്ട്, മകനായിട്ട്, ദൈവമേ നിനക്ക് പ്രയോജനമുള്ളൊരു മകളായിട്ട് എന്നെ ഉപയോഗിക്കണമേ. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഒരമേരിക്കയിൽ നിന്നും വരണ്ട, ഒരാഫ്രിക്കയിൽ നിന്നും വരണ്ട. ഈ കൃപകളും വരങ്ങളും, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കൃപകളും വരങ്ങളും നമുക്കും കൂടെ ഉള്ളതാണ്. നമ്മൾ താണിരിക്കണം. എല്ലാ അഹങ്കാരങ്ങളെയും തെകുതാക്കണം ദൈവസന്നിധിയിൽ നിന്ന്. ഞാനെന്നുള്ള ഭാവം വിടണം. വിട്ടിട്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ താണിരിക്കണം. ഒരു കുഷ്ഠരോഗി, മാർക്കോസ് 1-ാം അധ്യായം 42 ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവൻ അപേക്ഷിച്ചു. നിനക്കെന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് വിഷയമുണ്ടെങ്കിലും, നിനക്ക് കടഭാരത്താൽ നീ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, നീ രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, നിനക്ക് പ്രമോഷൻ കിട്ടാതെ നീ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, നിനക്ക് ജോലി കിട്ടാതെ നീ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. വന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്ത്. ആ പാരമ്പര്യ കെട്ടുകളെയെല്ലാം വിടണം. വിട്ടിട്ട് ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി കണ്ണുനീരോടുകൂടെ നീ പ്രാർത്ഥിച്ച് നോക്കിക്കേ.
ദൈവം നിന്നെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. അവൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. കുഷ്ഠരോഗി അവൻ അപേക്ഷിച്ചു. അതുപോലെ നമ്മുടെ രോഗത്തിനു വേണ്ടി ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കണം. ദൈവത്തിനെല്ലാം അറിയാം, എൻ്റെ കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ നമ്മൾ അപേക്ഷിക്കണം. ആ കണ്ണ് കാണാത്ത കുരുടന് അവന് ദൈവത്തെ കിടന്നുകൊണ്ട് വിളിച്ചു, യേശുവേ, ദാവീദ് കുമാരനെ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് ചുമ്മാ ഇരിക്കടാ. ആൾക്കാരെല്ലാം പറഞ്ഞു. അവൻ വീണ്ടും വീണ്ടും കിടന്നുകൊണ്ട് കരഞ്ഞു വിളിച്ചു കൂവി. അപ്പോൾ യേശു എന്തു ചെയ്തു? അവിടെ നിന്നു. പ്രിയ മക്കളെ, നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോയാൽ എൻ്റെ യേശു ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. ആ പൊട്ടക്കണ്ണൻ അവൻ കിടന്ന് കരഞ്ഞു വിളിച്ചു, യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. യേശു അവിടെ നിന്നു അവനെ വിളിക്കും. ആൾക്കാരെന്നാ പറഞ്ഞു? ചുമ്മാതിരിക്കടാ, എത്രയോ ആൾക്കാർ പോകുന്നു, ദൈവം പോകുന്നു, നീ എന്തിനാ കിടന്ന് കൂവുന്നത്? അതിനവൻ ഉറച്ചു കൂവാൻ തുടങ്ങി. നീ നിൻ്റെ ദൈവസന്നിധിയിൽ നീ കരയുന്നുവെങ്കിൽ നീ ഉറച്ചു വിളിച്ച് കൂവ്. നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ദൈവമാവന്, നമ്മുടെ കർത്താവാണ് അവന്, നമ്മളെ സൃഷ്ടി ചെയ്ത ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചേ. ആ കുഷ്ഠരോഗി അപേക്ഷിച്ചു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അപേക്ഷിച്ചാൽ നിനക്ക് എന്ത് രോഗമുണ്ടെങ്കിലും സൗഖ്യം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സൗഖ്യമാകുവാൻ നമ്മൾ ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കണം. ചുമ്മാതെ ദൈവം സൗഖ്യം തരത്തില്ല. സൗഖ്യം തരണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കണം. മത്തായി 9-ാം അധ്യായം 2 മുതൽ 6 വരെ ഉള്ള വാക്യത്തിൽ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു കുഷ്ഠരോഗിയെ, പക്ഷവാത രോഗിയെ കാരണം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട്, അവൻ്റെ വിശ്വാസമല്ല, പക്ഷവാത രോഗിക്ക് അവൻ്റെ കാലും പോയി, കൈയും പോയി, അവന് വർത്താനം പറയാനും ശക്തിയില്ല, ഒന്നുമില്ല. അവനെ ചുറ്റിക്കെട്ടി എടുത്തുകൊണ്ട് വന്ന് യേശുവിന് മുമ്പിൽ എടുത്തുകൊണ്ട് വന്നവരുടെ ആ വിശ്വാസം കണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ എനിക്ക് വേണ്ടി, അവിടെ വിശ്വാസം കൊണ്ടാണ് എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിവിടത്തില്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നോട് അടുത്ത് വരുന്നവരോട് ഞാൻ അടുത്ത് വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ദൃഷ്ടിയിട്ട് നോക്കുന്നവനെ ഞാൻ ദൃഷ്ടിയിട്ട് നോക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ മാനിക്കുന്നുണ്ടോ? നീ ദൃഷ്ടിയിട്ട് നോക്കുന്നുണ്ടോ? നീ അടുത്ത് വരുന്നുണ്ടോ? അടുത്ത് വന്നാൽ ദൈവം അടുത്ത് വരും. ഈ പക്ഷപാത രോഗിയെ 4 പേര് കൂടി എടുത്തുകൊണ്ട് വന്നു. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് നിന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. അയ്യോ, പാവം മോചിക്കാൻ ഇവനാരാ? അയ്യോ, എവിടെ നല്ല കാര്യങ്ങൾ നടന്നാലും അവിടെ ആരെങ്കിലും കുത്തി നോയിക്കാനായിട്ട് ആൾക്കാരുണ്ട്. എവിടത്തെ കാര്യം അതാ. നോക്ക്, ആ കാലത്ത് അവിടെ യേശു നിൻ്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. പാപം മോചിക്കാം മനുഷ്യരൂപത്തിലല്ലേ യേശു വന്നിരിക്കുന്നത്. ഇവനാരാ പാപത്തെ മോചിക്കുവാൻ? എനിക്ക് പാപത്തെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് എൻ്റെ യേശു കാണിച്ചതാണ്. യേശു പറഞ്ഞിട്ട് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം. അവൻ ആ പായുമെല്ലാം ചുറ്റിക്കെട്ടി എടുത്ത് തലയെ വെച്ചോണ്ട് ഓടിപ്പോയി. ഓ, നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നോക്കിക്കേ, എത്ര വലിയവനാണെന്ന് നോക്കിക്കേ. കഴിഞ്ഞ ദിവസം ഒരു ഹാർട്ട് വാൽവ് ബ്ലോക്കായ ഒരു മനുഷ്യൻ കരഞ്ഞും കൊണ്ട് ഡോക്ടറെല്ലാം ആശുപത്രിയിൽ അഡ്മിറ്റായി. ഡോക്ടർ ബാംഗ്ലൂർ ജയദേവ ആശുപത്രിയിലേക്ക് ലെറ്റർ എഴുതി കൊടുത്തു.
അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം. ഈ പാവം പിടിച്ച മനുഷ്യൻ കൂലിവേലി ചെയ്യുന്നവന് അത്രയും രൂപ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? അവൻ കരഞ്ഞും കൊണ്ട് ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആഫ്രിക്കയെന്നോ അമേരിക്കയെന്നോ വരണ്ട. ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ദൈവം. എൻ്റെ യേശു നമ്മുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഭയങ്കരത്തിൽ അങ്ങോട്ട് വേർത്ത് അവൻ്റെ തുണിയെല്ലാം അങ്ങോട്ട് പിഴിയാവുന്ന പോലെ നിലത്തെല്ലാം വെള്ളം കോരി ഒഴിക്കുന്ന പോലെ വേർത്തവൻ അബോധാവസ്ഥയിലായി. ഞാൻ കണ്ണു തുറന്ന് നോക്കി. ഞാൻ സ്വല്പം ഭയപ്പെട്ടു, ഇവൻ എന്തു പറ്റിയെന്നുള്ള ഇതിൽ. ഞാൻ നോക്കിയപ്പോൾ അവൻ അബോധാവസ്ഥയിൽ. എനിക്ക് അന്നേരമേ മനസ്സിലായി എൻ്റെ ദൈവം അവനെ ഓപ്പറേഷൻ ചെയ്യുകയാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ ഞാൻ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞിട്ട് അവന് ബോധം വന്നു. നിനക്ക് സമ്പൂർണ്ണ സൗഖ്യമായി. അവനും പറഞ്ഞു, അമ്മ, എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത അനുഭവം എൻ്റെ ജീവിതത്തിലായതുപോലായി. ഞാൻ പറഞ്ഞു, നാളെ തന്നെ നിനക്ക് അവർ ലെറ്റർ തന്നിരിക്കുന്നല്ലോ, ബാംഗ്ലൂർ ജയദേവ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അവൻ 2 ദിവസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്യാൻ പോയി. 8 ഡോക്ടർമാർ അവനെ പരിശോധിച്ചു. എന്തെല്ലാം സ്കാനിങ്ങുകളെല്ലാം എടുക്കാമോ എല്ലാം ചെയ്തു. ഒരു വാൽവും ബ്ലോക്കില്ല. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഓരോ ആഫ്രിക്കയെന്നോ അമേരിക്കയെന്നോ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കണം. നിന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. നീ ദൈവമകനാകണം, ദൈവമകളാകണം. ദൈവം നിന്നെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. നമ്മുടെ പാപക്ഷമയായെങ്കിലേ നമുക്ക് രോഗസൗഖ്യമാകത്തുള്ളൂ. യാക്കോബ് 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾക്കൊരാൾക്ക് ദീനമായി കിടന്നാൽ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം രോഗസൗഖ്യം നൽകുമെന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപങ്ങളെ ഏറ്റുപറയണം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്ക് സ്വല്പം എണ്ണ, അത് ആരും എന്നെ പഠിപ്പിച്ചതല്ല. ഞാൻ മർത്തോമ ഫാമിലിയിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. ഞാൻ മർത്തോമ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ചു. അന്ന് മുതൽ ഞാൻ അവൻ്റെ മകളായി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ 18-ാമത്തെ വയസ്സിൽ യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം എന്നുള്ള പാട്ടുപാടി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണെന്ന് വായിക്കുന്നത്. ബൈബിള് കയ്യിലിരുന്നു. എൻ്റെ ഉള്ളങ്കാല് മുതൽ തലമുടി വേര് വരെയും ഒരു കറണ്ടടിച്ച് ഷോക്ക് കയറി. ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു, അന്യഭാഷ സംസാരിച്ചു. മർത്തോമാക്കാരാകെ പേടിച്ച് എല്ലാവരും നോക്കി നിന്നു. എൻ്റെ ദൈവം അന്ന് തൊട്ട് ഇന്ന് വരെയും എന്നെ അത്ഭുതകരമാം വിധത്തിലെടുത്ത് പ്രയോഗിക്കുന്നു. അനേകർക്ക് പ്രയോജനമുള്ളൊരു മാനപാത്രമായി, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മകളായിട്ട് ദൈവം എന്നെ എടുത്ത് പ്രയോഗിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക പഴികൾ, ദുഷികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ എല്ലാം അനുഭവിച്ചു. എങ്കിലും അടി, ഇഷ്ടംപോലെ അടി കൊണ്ടു. അവിടെ ആ പ്രാർത്ഥനയ്ക്ക് പോകല്ലേ, ഈ പ്രാർത്ഥനയ്ക്ക് പോകല്ലേ, അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന് ഇഷ്ടം പോലെ അടി കൊണ്ടു. അടി കൊണ്ടിട്ടും വിട്ടില്ല.
എൻ്റെ കൂട്ടുകാരെല്ലാം പ്രായമുള്ള അമ്മച്ചിമാരായിരുന്നു. സ്കൂൾ വിട്ട് വന്ന ഉടനെ ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയിരിക്കും. പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അടി കിട്ടിയിട്ടും വിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം എന്നെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങളുടെ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈവെക്ക്, നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈവെക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അപ്പാ, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായിരിക്കുന്ന ദൈവമേ, എവിടെയായിരുന്നാലും ഈ TV പ്രോഗ്രാം കാണുന്ന ജനങ്ങളുടെ മേൽ നിന്റെ സ്വർഗീയകരം ഇപ്പോൾ തന്നെ തൊടണമേ അപ്പാ. അവരുടെ രോഗങ്ങൾ എന്തായിരുന്നാലും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മനെ, ഹോളി സ്പിരിറ്റ് ടച്ച്, ഹോളി സ്പിരിറ്റ് ടച്ച്, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ അപ്പാ. എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നീ വിടുവിക്കണമേ, എല്ലാ രോഗത്തിൽ നിന്ന് നീ വിടുവിക്കണമേ, എല്ലാ പാപത്തിൽ നിന്ന് നീ വിടുവിക്കണമേ, എല്ലാ ശാപത്തിൽ നിന്ന് നീ വിടുവിക്കണമേ കർത്താവേ. നീ ജീവിക്കുന്ന ദൈവമാണെന്ന് അവർ അറിയട്ടപ്പാ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കളാക്കി അവരെ തീർക്കണമേ അപ്പാ. കർത്താവേ, നീ അവരോട് ഇടപെടണമേ അപ്പാ, നീ ഇടപെടണമേ അപ്പാ. ആരും നശിച്ചു പോവാൻ നീ വിടല്ലപ്പാ. എല്ലാവരും സ്വർഗരാജ്യದಲ್ಲಿ ജീവന്റെ പുസ്തകത്തിൽ കർത്താവേ അവരുടെ പേരെഴുതപ്പെടണമേ അപ്പാ. ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിപ്പാൻ നീ ഇടയാക്കണമേ അപ്പാ. അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അപ്പാ. അവർക്ക് പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ അപ്പാ. അവർക്ക് ശാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ അപ്പാ. നീ ജീവിക്കുന്ന ദൈവമാണപ്പാ. യേശുവേ, നിനക്ക് സ്തോത്രം, സ്തോത്രപ്പാ. സർവശക്തനായ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കാകി സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന കൃപയ്ക്കാകി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവമാണെന്നേശുനാഥനേ.